ഇപ്പം ലൈസൻസ് ഉണ്ട്. എന്തിനാണെന്നറിയാമോ? ലൈസൻസ് ടു കില്ലാണ് ഇപ്പോഴത്തെ ലൈസൻസ്. നമ്മൾ മാറ്റാൻ പോകുന്നത് ലൈസൻസ് ടു ഡ്രൈവ് ആണ്. ലോകത്ത് ആളുകളെ ഇടിച്ചു വന്നാൽ ജയിലിൽ പോകാത്ത ഒരേ ഒരു സ്ഥലം ഇവിടെ അല്ലേ ഉള്ളൂ. മദ്യം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ പിടിക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് കാനഡയിൽ നിന്ന് ഒരാൾ പറഞ്ഞു. അവിടെ ലഹരി നിയമപരമാണ്, അതുകൊണ്ട് പിടിക്കും, പക്ഷേ ഡ്രൈവ് ചെയ്താൽ പിടിക്കും. അപ്പോൾ ആ സാധനത്തെക്കുറിച്ച് പഠിക്കാൻ വിട്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ട് അതിവിടെ കൊണ്ടുവന്ന് പിടിക്കാനുള്ളത്. കാരണം ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിച്ച് നമ്മൾ പിടിക്കില്ല, അറിയാൻ പറ്റില്ല, എങ്ങനെ കണ്ടുപിടിക്കും? കാലിക്കറ്റ് ബിസിനസ് ക്ലബിൻ്റെ അപ്പം അതിനുവേണ്ടിയാണ് ഷാജി എനിക്ക് ബിന്ദുവിനെ വിളിച്ച് വന്നേ പറ്റുമെന്ന് കൊണ്ടുവന്നതിന് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിരിമുറുക്കം മാറാനുള്ള ഒരു പ്രസംഗം ബിന്ദുവിൻ്റെ കേൾക്കാം എന്നുള്ളതാണ്. കാരണം ഈ ആളുകൾ പ്രസംഗിക്കാൻ അറിഞ്ഞാത്ത ആളുകൾ സ്റ്റേജിൽ ചില കോമഡികളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ആയിക്കോട്ടെ ഞാനും വിചാരിച്ചു. ഈ പിരിമുറുക്കം മാറാനാണല്ലോ വന്നത്. അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് പ്രസംഗിച്ചാൽ ആ പിരിമുറുക്കം മാറില്ല. ഞാൻ പറയുന്നത് പോരാഞ്ഞിട്ട് എന്തെങ്കിലും കൂടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞൊന്ന് ചിരിച്ചോട്ടെ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഓർത്തോർത്ത് നമ്മൾ ചിരിക്കുമല്ലോ. നമ്മൾ പ്രിയദർശൻ്റെ പഴയ പടത്തിലെ പപ്പോട്ടൻ്റെ താമരശ്ശേരി ചുരം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരിക്കലും ചിരിക്കാത്തൊരു വാക്കാണ്. ഇപ്പം ശരിയാക്കി തരാം. പക്ഷെ മലയാളി മാത്രം ലോകത്ത് ആ ഒരു വാക്ക് കേട്ട് ആരും ചിരിക്കാറില്ല. പക്ഷെ മലയാളി ചിരിക്കും. ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വളരെ സീരിയസ് ആയിട്ട് മന്ത്രിമാർ പോലും നിയമസഭയിൽ എന്തെങ്കിലും മറുപടി പറയുമ്പോൾ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിയാണ് എല്ലാവരും ചേർന്ന്. ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോകുന്നതും കോഴിക്കോട്, പക്ഷെ നടന്നില്ല സംഗതി. അപ്പോൾ കോഴിക്കോടുമായി അങ്ങനൊരു ബന്ധം ഉണ്ട്, വളരെ അടുത്ത ബന്ധം. കാരണം കോഴിക്കോടിൻ്റെ ഇപ്പോഴത്തെ രൂപമൊക്കെ മാറിപ്പോയി, റോഡുകളൊക്കെ മാറിപ്പോയി കുറേ കാലമായിട്ട്. പക്ഷേ എങ്കിലും എല്ലാ സ്ഥലങ്ങളും വീടുകളും അന്ന് കണ്ട പലരെയും ഇപ്പോൾ കാണുന്നു. അവരിൽ പലരുടെയും മക്കളെ പല സ്ഥലത്തും വെച്ച് കാണുന്നു. അതൊക്കെ ഒത്തിരി സന്തോഷവും. നമ്മൾ കോഴിക്കോട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്ന് പറയുന്നത് കോഴിക്കോടായിരുന്നു. എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിരുന്നൊരു സ്ഥലം. നമുക്ക് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സാമൂതിരിയുടെ കാലം മുതൽ വിദേശികൾ വരികയും ചൈനക്കാർ വന്നിരുന്നു. ചൈനക്കാർ മുതൽ അറബികൾ, മറ്റ് പിന്നീട് പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും എല്ലാവരും വന്ന ഒരു കച്ചവട കേന്ദ്രമാണ് കോഴിക്കോട്. അത് നമ്മൾ ഉദാഹരണമായിട്ട് പലപ്പോഴും പഴയ കാലത്തെ സിനിമകളിൽ അങ്ങാടി എടുത്ത് കണ്ടാൽ പഴയ കോഴിക്കോട് കാണാം. ഞാൻ ആദ്യം കോഴിക്കോട് വരുന്ന കാലങ്ങളിൽ കൈവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൈവണ്ടിയൊന്നും ഒരെണ്ണം കാണാനില്ല. കാളവണ്ടി, കൈവണ്ടിയൊക്കെ വരുന്ന ആ സിനിമയുടെ പശ്ചാത്തലം ഞാനിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആ സിനിമയിട്ട് കാണും. മാത്രമല്ല കോഴിക്കോടിൻ്റെ ഒരു പഴയകാല ഭംഗി ആസ്വദിക്കാൻ വേണ്ടി. ഇപ്പം വളരെ പുരോഗമിച്ച കോഴിക്കോടാണ്. പക്ഷേ ഈ കോഴിക്കോടിനൊരു വളരെ, ഞാനെപ്പോഴും പറയും, തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ കാറിൽ പുറപ്പെട്ടാൽ, ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം നമ്മൾ തിരുവനന്തപുരത്ത് ഒരാൾ കാറിൽ പുറപ്പെട്ടാൽ കോഴിക്കോട് എത്തിയത് ബോർഡ് നോക്കാതെ അറിയാമെന്നോ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഓരോ സ്ഥലം പാസ് ചെയ്യുമ്പോഴാണ്. തിരുവനന്തപുരത്ത് സിനിമാ നടനായ ഞാൻ കാറിൽ പാസ് ചെയ്താൽ അന്ന് നോക്കും, നമ്മളിങ്ങനെ നമ്മളെ ഈ സിനിമയൊക്കെ അഭിനയിച്ചിട്ട് ആരെങ്കിലുമൊക്കെ നമ്മളെ നോക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷ. ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് നോക്കും, ആരെങ്കിലുമൊക്കെ ഒന്ന് നോക്കണമല്ലോ. അപ്പം അതിനു വേണ്ടിയാണല്ലോ സിനിമ അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നമ്മൾ ആരെങ്കിലും നോക്കണം, അറിയപ്പെടുന്ന ആളാവണം, നമ്മളെ സിനിമാ നടന്ന തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്ന ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കാറിൽ പുറപ്പെടും. അന്ന് മിക്കവാറും കാറിലാണ് യാത്ര, കാറാണ് ഇഷ്ടം. ഇപ്പോഴാണ് ഈ കാർ യാത്രയൊക്കെ മടുത്തു യാത്ര ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ കാറിൽ പുറപ്പെടുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് പുറപ്പെടുന്നത്. നമ്മളെ വീടൊക്കെ വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആളുകളെ കാണാം, ആളുകൾ നമ്മളിങ്ങനെ കാണും. അപ്പോൾ അതിൻ്റെ പല എക്സ്പ്രഷൻസാണ്. അപ്പം ആദ്യം കാറ് പാസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പാസ് ചെയ്യും, ഒരനക്കോലും കണ്ടില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ചില സമയത്ത് നമ്മുടെ മുമ്പിൽ കൂടെ ഈച്ചയൊക്കെ പറന്നു പോകത്തില്ലേ? അപ്പോൾ പറഞ്ഞ ഈച്ച പോയി, നമുക്കെന്ത് എന്നുള്ളതാണ്. അതുപോലെ നമ്മളതിലെ പാസ് ചെയ്യും. കൊല്ലത്തെത്തുമ്പോൾ കൊല്ലം എന്നറിയുന്ന വെച്ചാൽ നമ്മളെ ഒന്ന് നോക്കും, ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. ഇനി നമ്മളെ കാണും, ഇവനെ നോക്കിയിട്ട് അങ്ങനെ ഇപ്പം വലിയ ആളാവണ്ട എന്ന് പറയാം. ആലപ്പുഴ എത്തുമ്പോൾ നോക്കും, അറിയാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടെന്ന് നോക്കും. എറണാകുളത്ത് എത്തുമ്പോൾ ചിരിക്കും. തൃശ്ശൂർ, അപ്പോൾ ഈ ടോളൊക്കെ ഉണ്ട്. തൃശ്ശൂർ എത്തുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങോട്ട് പോണേ നിങ്ങൾ എന്നൊക്കെ ചോദിക്കും. കോഴിക്കോടെത്തുമ്പോൾ അങ്ങനെയല്ല. കോഴിക്കോട് എത്തി കഴിഞ്ഞാൽ കോഴിക്കോട് കണ്ണൂരേക്ക് വരുമ്പോഴത്തേക്കുള്ള സ്ഥിതി വെച്ചാൽ നിങ്ങൾ എങ്ങോട്ടാണ് പോണേ? കോഴിക്കോട് പോവാ, നമ്മളെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്ന് വരി. മലപ്പുറം കോഴിക്കോട് കണ്ണൂരെത്തുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് കഴിക്കാൻ വിളിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് നമുക്ക് ബോർഡ് നോക്കാതെ അങ്ങനെയാണ് നമ്മൾ കറക്റ്റ്. വണ്ണൊക്കെ റോഡിൽ വലിയ ബോർഡൊന്നുമില്ല, എവിടെ എത്തിയെന്ന് അറിയാൻ നോക്കില്ല. അപ്പോൾ നമ്മൾ കാർ ഓടിച്ചു പോകുമ്പോൾ അറിയണമെങ്കിൽ ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ എവിടെ എത്തിയെന്ന് അറിയാം. സംഘടനയോട് ഞാൻ പറയുന്നത് കോഴിക്കോട് മാത്രമല്ല കേരളത്തിലെമ്പാടും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഇപ്പം നമ്മൾ ലൈൻ ട്രാഫിക് എടുക്കാം, ഭയങ്കര അപകടകരമായ
രീതിയാണ്. നമ്മൾ ലോകത്ത് പല സ്ഥലത്തും ഇവിടെ ഇരിക്കുന്നതിൽ പല ആളുകൾക്കും വിദേശ രാജ്യങ്ങളിൽ ലൈസൻസ് ഉണ്ട്. ഞാനും ഗൾഫിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ലൈസൻസും ഗൾഫിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരു ധാരണയാണ്. നല്ല വണ്ടികൾ ഓടിക്കുന്നവരാണ്. വണ്ടി എന്ത് തന്നെ പറഞ്ഞാലും നമ്മളൊരു വണ്ടി പൈസയൊക്കെ വരുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നല്ല വണ്ടി വാങ്ങിക്കണം എന്നുള്ളത് അത് മലയാളിയുടെ മനസ്സിൻ്റെ ഒരു രീതിയാണ്. ഒരുപക്ഷെ ഇത്രയും മലയാളികൾ ഒരുമിച്ച് നല്ല വണ്ടികൾ, നല്ല ടെക്നോളജിയൊക്കെ ഉള്ള പുതിയ വണ്ടികൾ വാങ്ങുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടാവില്ല. ബോംബെയിൽ പോലും നമ്മൾ റോഡിലിറങ്ങിയാൽ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് വിട്ടാൽ ഒരു 20 ബെൻസ് കറങ്ങിലും കാണാം. ഞാൻ ബോംബെ ടൗണിൽ മൊത്തം കറങ്ങിയാലും അത്രയും കാണത്തില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു, ഇങ്ങനെ എണ്ണി നോക്കി, കാറുകൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഞാൻ എണ്ണി നോക്കി. ഇനി കാറുകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം മുതൽ. അപ്പം ഞാൻ അച്ഛൻ വിദേശത്തൊക്കെ പോകുമ്പോൾ വിളിക്കും. വിദേശത്ത് പോകുന്ന ഉദ്ദേശം തന്നെ കാറുകൾ കാണുക എന്നുള്ളതാണ്. കാർ പാർക്ക് ചെയ്യുന്നിടത്ത് പോയിട്ട് ഓടി കാറൊക്കെ കണ്ടിങ്ങനെ, ഓടി A4 ഒക്കെ കണ്ടിങ്ങനെ വായിൽ വെള്ളം ഊറിയിട്ടുണ്ട്. ഇതൊന്ന് കേരളത്തിൽ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ ദൈവമേ എന്ന് ഒരു കൊതിച്ചിട്ടുണ്ട്. അപ്പം നല്ല വണ്ടികളൊക്കെ ഓടിക്കുന്നവരാണ് നിങ്ങൾ. അപ്പം നമ്മൾ പൊതുവിൽ ഈ ലൈൻ ട്രാഫിക് നമുക്കറിയില്ല. ഏറ്റവും വലിയ അവയർനെസ് പറയുന്ന ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും നമുക്ക് ഒരു ബോധവുമില്ല. ഒരു മര്യാദയില്ലാത്ത ട്രാഫിക്കാണ് നമ്മുടെ. ഇപ്പം സ്ഥിരമായി മാതൃഭൂമി പത്രമൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ചുമ്മാ ഇങ്ങനെ ലൈസൻസ് പറ്റൂല, ലൈസൻസ് പറ്റിയ ആങ്ങയാണ് തേങ്ങയാണ്, കോടതിയിൽ പോകും. പൊയ്ക്കോളൂ. ഇപ്പം ലൈസൻസ് ഉണ്ട്. എന്തിനാണെന്നറിയാമോ? ലൈസൻസ് ടു കില്ലാണ് ഇപ്പോഴത്തെ ലൈസൻസ്. നമ്മൾ മാറ്റാൻ പോകുന്നത് ലൈസൻസ് ടു ഡ്രൈവാണ്. ലോകത്ത് ആളുകളെ ഇടിച്ചു വന്നാൽ ജയിലിൽ പോകാത്ത ഒരേ ഒരു സ്ഥലം ഇവിടെ അല്ലേ ഉള്ളൂ. ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കി, ഡ്രൈവിംഗ് സ്കൂളൊക്കെ നടത്തുന്നവരാണ് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. അവർ മനസ്സിലാക്കണം, ഗൾഫിൽ ഒരാളെ ഇടിച്ചു കൊന്നാൽ പിന്നെ അകത്താണ്. പിന്നെ ആ കുടുംബം ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറായാൽ മാത്രമേ പുറത്തിറങ്ങാൻ ഒക്കൂ. അത്തരം നിയമങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ആരെ ഇടിച്ചു വന്നിട്ട് പോയാൽ പരമാവധി ശിക്ഷ 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. പിന്നെ സസ്പെൻഡ് ചെയ്താൽ പിന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലേ, വേറെ വണ്ടി എടുത്ത് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ മാറേണ്ടതുണ്ട്. ഒരു ലൈസൻസ് എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആളുകൾ, വിദേശ രാജ്യങ്ങളിൽ വളരെ കൃത്യമായി ട്രാഫിക് അനുസരിക്കുന്നു. മലയാളികൾ തന്നെ ഏറ്റവും നന്നായി ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ എന്താ കാര്യം? അവിടെ ഒരു ലൈസൻസ് എന്ന് പറയുന്ന ഒരു വിലയുള്ള സാധനമാണ്. ലൈസൻസ് പോകാമെന്ന് പറഞ്ഞാൽ വലത്തെ കാല് പോകുന്ന പോലെയോ കൈ പോകുന്ന പോലെയാണ് സംഭവം. കാരണം പിന്നെ ഓഫീസിൽ പോകാൻ പറ്റില്ല, വെളിയിറങ്ങാൻ പറ്റില്ല, ഒരു യാത്രയ്ക്ക് പറ്റില്ല. ആരെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി കാണും. അവർ പോകുമ്പോൾ ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്ത് പോകാനൊക്കത്തില്ല, ഭർത്താവിന്. അപ്പം ലൈസൻസ് ഒരു വാല്യൂ ഉള്ളൊരു സാധനമാണെന്ന് തോന്നാത്തൊരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ ഇറക്കി ഉത്തരവിൽ പറയുന്നു, ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ കണ്ടൊരു ഉത്തരവാണ്, ലൈസൻസ് പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടു, ഒരു ഇടി നടന്നു എന്ന് FIR ഇട്ടാൽ അപ്പം തന്നെ ലൈസൻസ് അങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം, സസ്പെൻഡ് ചെയ്തേക്കാം. അതെന്താണ്? നീതികേടല്ലേ? FIR എന്ന് പറയുന്നത് ഒരു കുറ്റപത്രമല്ല. ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ പോലീസ് കിട്ടിയ ഒരു പരാതിയിന്മേൽ കിട്ടിയൊരു, അത് അന്വേഷിച്ചിട്ടല്ലേ നടപടിയെടുക്കാനൊക്കെ. ഏതെങ്കിലും കോടതിയിൽ ആ അന്വേഷിക്കാതെയും കാണാതെയും കോടതി ശിക്ഷിച്ച ചരിത്രമുണ്ടോ? അതിനു മുമ്പേ തന്നെ ഇവർ ശിക്ഷ ആരംഭിച്ചു. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഡ്രൈവർ ഉണ്ടോ, അയാളൊരു കമ്പനിയിൽ വണ്ടി ഓടിക്കുന്ന ആളാണ്. അയാൾ ആ കമ്പനിയുടെ ഒരു വിലപിടിപ്പുള്ള കാർ, ഒരു ഓടി കാർ ഓടിച്ച് വരികയായിരുന്നു. ഡ്രൈവറാണ് അയാൾ, ഈ മാസം ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അയാളുടെ പെട്ടെന്ന് വണ്ടി മുമ്പേ പോയൊരു ഓട്ടോറിക്ഷ അങ്ങ് മറിഞ്ഞിട്ട് ഈ ഓട്ടോറിക്ഷ ഇങ്ങനെ സ്കിഡ് ചെയ്ത് വന്നിട്ട് ഈ വണ്ടിയുടെ ബമ്പറിൽ ഇടിച്ച് നിന്നത്. ഒന്നും പറ്റിയില്ല, ബമ്പറിൽ ഇടിച്ചു, അങ്ങ് നിന്ന്, ഉരഞ്ഞതുമില്ല, അന്ന് തട്ടി നിന്നേ ഉള്ളൂ. ആ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന ഡ്രൈവറുടെ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഡ്രൈവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ചെറിയ വണ്ടി നോക്കി, അങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു ഉദ്യോഗസ്ഥന്മാർ, എന്താ സംഭവം? ആ ചെറിയ വണ്ടിക്ക് അനുകൂലമായിട്ട് വലിയ വണ്ടിക്ക് എതിരായിട്ട് നമ്മളങ്ങ് കേസെടുക്കും. അതെന്ത് ഏർപ്പാടാ? അതെന്ത് നീതിയാണ്? ഈ പയ്യൻ വണ്ടി നിർത്തി കൊടുത്തു, ഡ്രൈവർ. അവൻ്റെ വണ്ടി ഞാൻ പറഞ്ഞ് നോട്ടീസ് തന്ന ആരാന്ന് ചോദിച്ചു. ഞാൻ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി. പല അരാജകത്വങ്ങളാണ്. ഒരു ഡോക്ടർ വണ്ടി കൈ കാണിച്ചിട്ട് കണ്ടില്ല എന്ന് പറയുന്നു. നിർത്താതെ ഡോക്ടർ പരാതിയായിട്ട് വന്നു. ഡോക്ടർക്ക് ഒരു ഫൈൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 15,000 രൂപയോളം വരുന്നൊരു ഫൈന്. ആ ഫൈനിൽ പറയുന്ന കാര്യങ്ങൾ നല്ല രസമാണ്. വണ്ടി നിർത്താതെ പോയി 1700 രൂപയാണ് അടിച്ചത്. ഓടിച്ചു പോയത് ഈ ഡോക്ടറാണ് എന്ന് എങ്ങനെ കണ്ടെത്തിയെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഞാൻ ആ ഉദ്യോഗസ്ഥനെ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾക്ക് ഉത്തരവില്ല. ഡോക്ടറാണ് ഓടിച്ചതെന്ന് കണ്ടെത്തി. ഡോക്ടർക്ക് വാലിഡ് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഫൈൻ അടിച്ചു. വാലിഡ് ലൈസൻസ് ഇല്ല എന്ന് ഫൈൻ അടിക്കുമ്പോൾ അയാൾക്ക് ഒരു ലൈസൻസ് ഉണ്ട്, അതിനൊരു നമ്പറുണ്ട്, അത് വാലിഡാണ്. പക്ഷേ വാലിഡ് ലൈസൻസിനെ ചാർജ് ചെയ്യും. അടുത്തിരുന്ന ഡോക്ടറുടെ ഭാര്യയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരാളെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചതിന് അവർക്കൊരു അടി, ഒരു 2000 രൂപ. ഇതെല്ലാം കഴിഞ്ഞ അവസാനം ഡിസൊബീഡിയൻസ്, അതായത് ഉദ്യോഗസ്ഥനോട് ബഹുമാനം കാണിച്ചില്ല എന്ന് പറഞ്ഞ് അതിനൊരു 2000. എന്ത് ന്യായമാണ്? ഈ കൈ കാണിച്ച് നിർത്തിയ വണ്ടിയുടെ ഡ്രൈവർ ഇയാളല്ലായിരുന്നെങ്കിലും. ഇയാൾ പറയണം, ഞാനൊരു ഡ്രൈവറെ ഇന്നലെ ഒരു ദിവസത്തേക്ക് ഒരു ഏജൻസിയിൽ നിന്ന് വിളിച്ചായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഡ്രൈവർ എനിക്ക് വിട്ടു തന്നു, ഞാനാണ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ എങ്ങനെ പണിഷ് ചെയ്യും? ഡ്രൈവർ ഈ ഡോക്ടറാണ് ഡ്രൈവർ എന്നങ്ങനെ മനസ്സിലായി. ഉടമസ്ഥൻ ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും ഡ്രൈവ് ചെയ്തെന്നുള്ള അസംഷനാണ്. അതിനാണ് 2000 രൂപ.
അത് കുറ്റകൃത്യം ശരിയായി മനസ്സിലാക്കാതെ ശിക്ഷിക്കുക. നമ്മൾ ടിപ്പർ ലോറിയിലൊക്കെ പാറ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഈ മന്ത്രിയെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ടിപ്പർ ലോറിയുടെ ഓവർലോഡ് പിടിച്ചാൽ ഫൈൻ അടിക്കാം, ഫൈൻ അടിക്കണമല്ലോ. പക്ഷേ ഡ്രൈവറുടെ ലൈസൻസ് അന്ന് തന്നെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് 3 മാസത്തേക്ക്. അപ്പോൾ ഈ മുതലാളി എന്ത് ചെയ്യും? ടിപ്പർ ലോറി ഒതുക്കിയിടാൻ പറ്റുമോ? ഫൈൻ അടച്ച് പിറ്റേ ദിവസം വണ്ടി ഇറക്കിയിട്ട് വേറെ ഡ്രൈവറെ വയ്ക്കും. ഈ ഡ്രൈവറെ വീട്ടിൽ അടുത്ത 3 മാസത്തേക്ക് അടുപ്പിൽ തീ എരിയുന്നില്ല എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ 2 വർഷത്ത് വണ്ടി ഓടിക്കുന്നവർക്ക് ഏതെങ്കിലും മര്യാദ ഉണ്ട്? ഏതെങ്കിലും രാജ്യത്ത് ചെന്നാൽ ഒരു 4 കൂടിയ ജംഗ്ഷനിൽ സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്താതെ പോലെ വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചവിട്ടി നിർത്തിയിട്ട് അടുത്ത വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഇവിടെ അങ്ങനെയാണോ? അമേരിക്കയിലെ പോയിട്ട് കണ്ട് ആളുകൾ വന്നിങ്ങനെ 4 റോഡിലോ നിന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ ആദ്യം വന്ന ആളിനെ നോക്കിയിട്ട് മറ്റൊരു കൈ കാണിക്കും പൊക്കോളാൻ. ആദ്യം വന്ന ആരാണെന്ന് ഈ 4 വഴി കൂടെ വന്നവർക്കും വെളിവുണ്ട് തലയ്ക്ക്. പക്ഷേ ആദ്യം വന്ന ആരാണെന്ന് അറിയാം, അവർ കൈ കാണും. ഇല്ല, ഞാൻ പോകുന്നില്ലെന്ന് അവർ പറഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ ആൾ പോകത്തുള്ളൂ. അത്തരം അച്ചടക്കങ്ങൾ നമുക്കില്ല. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനകത്ത് എന്തോ വലിയൊരു ഭയങ്കര സംഭവം നടക്കാൻ പോകുന്ന വെറുതെ പറയുന്നതാണ്. ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിച്ച 10-20 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മാത്രം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറയുന്ന ആ കാര്യങ്ങൾ മാത്രം ഒരുക്കിക്കൊണ്ട് ഒരു കോളത്തിനകത്താക്കിയെന്നുള്ളൂ. എച്ച് എന്ന് പറയുന്ന സാധനം ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല. അത് ആദ്യം മനസ്സിലായി. എച്ച് എന്ന് പറഞ്ഞ സംഭവം എവിടെയും പറഞ്ഞിട്ടില്ല. മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ എച്ച് എടുത്താൽ മതി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതിൽ പറയുന്നു റിവേഴ്സ് എടുക്കണം, മുന്നോട്ടെടുക്കണം, റിവേഴ്സ് എടുക്കണം, റിവേഴ്സ് പാർക്കിംഗ് വേണം, ഒരു ചരിഞ്ഞ ടെറയിൽ നിർത്തി മുമ്പോട്ട് വണ്ടി നിർത്തിയെടുക്കണം, സിക്സാഗായി വണ്ടി ഓടിക്കണം. ഇത് മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഇന്ന കാര്യങ്ങൾ പരിശോധിച്ചിട്ടേ ലൈസൻസ് കൊടുക്കാവൂ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പറഞ്ഞല്ലോ, ലൈസൻസ് ടു ഡ്രൈവ് അല്ല, ലൈസൻസ് ടു കില്ലാണ്. ഒരാളെ കൊന്നാൽ അറസ്റ്റ് ചെയ്യാത്ത ഒറ്റ കാര്യമുള്ളൂ, വണ്ടി ഇടിച്ചാൽ ജയിലിൽ പോകുമായിരുന്നു. അത് പിന്നെ മനഃപൂർവ്വമായ നരഹത്യ എന്ന കണ്ടെത്തി വലിയ സംഭവങ്ങൾ നടത്തിയിട്ടാണ് ചെയ്യുന്നത്. നിയമപരമായി നമ്മുടെ നാട്ടിൽ ഒരാൾ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞ് ഡ്രൈവറെ ജയിലിലടയ്ക്കാൻ പറ്റത്തില്ല പെട്ടെന്നൊന്നും. കാരണം എല്ലാ രാജ്യത്തുമുണ്ട്. പക്ഷേ കേരളത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലൈസൻസ് ആരെങ്കിലും എടുക്കുക. മുമ്പോട്ട് എടുക്കാൻ അറിയാവുന്നവരേ ഉള്ളൂ, റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാൻ അറിയാവുന്ന ആരുമില്ല. പലരും പറയാറുണ്ട്, സ്ത്രീകളൊക്കെ തന്നെ പറയും, സാറേ ലൈസൻസൊക്കെ കടുപ്പമാക്കുന്നത് കൊള്ളാം, പക്ഷേ എനിക്ക് മുമ്പോട്ട് എടുക്കാൻ അറിയാം, പുറമോട്ട് ഇപ്പോഴും അറിഞ്ഞോട്ട് കേട്ടോ. ഇതും തുറന്ന് ഇന്നലെ ഷാജിർ ഉപയോഗിച്ച് ഒരാളെ തുറന്ന് പറഞ്ഞു, മുമ്പോട്ട് എടുക്കാൻ അറിയാം, മുമ്പോട്ടൊക്കെ ഓടിക്കും, റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാൻ മാത്രം പറയരുത്. വണ്ടി പാർക്ക് ചെയ്യാൻ അറിയാത്തവനാണ്. അതുകൊണ്ടാണ് ഈ കോഴിക്കോടൊക്കെ ഇത്രയും കുരുക്ക് വരുന്നത്. കാരണം വണ്ടി പലതും റോഡിലോട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് അകത്തായിരിക്കും, പക്ഷേ ബാക്ക് ഇങ്ങോട്ട് കിടക്കും റോഡിലോട്ട്. ഇത്തരം പാർക്കിങ്ങുകളെ മാറ്റണം. കുറച്ചൊരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ ഉണ്ടാവണം. അതാണ് ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത്. ഈ ബോധവൽക്കരണം നമ്മൾ നടന്നു പോകുന്നവർക്കുമുണ്ട്. ഇപ്പോൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നൊരു പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതായത് മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. അപ്പം തന്നെ പിടിച്ചു കഴിഞ്ഞാൽ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് പോയാൽ ഫൈൻ അടിക്കും. 3ാമത്തെ ഫൈൻ കഴിയുമ്പോൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. പുതിയ ഉത്തരവാണ്. എന്നാൽ ചോദിക്കും, ഈ 3 കുറ്റകൃത്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തോ? അങ്ങനെയല്ല, ഒരു തെറ്റ് തിരുത്താൻ അവസരമുണ്ട് എല്ലാവർക്കും. ഒരിക്കൽ കിട്ടി, രണ്ടാമത് അതേ കുറ്റകൃത്യം കിട്ടി, 3ാമത് ആവർത്തിക്കുമ്പോൾ അത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. പിന്നെ കരുതി കൂട്ടിയുള്ള ഇടിയുണ്ട്. ചില കുഞ്ഞുങ്ങളെയൊക്കെ ഇടിച്ചില്ല, റോഡ് സൈഡിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ തട്ടുക, പിന്നെ വെറുതെ നിൽക്കുന്ന ആളുകളെ ബസ്സൊക്കെ കൊണ്ട് ഇടിച്ചിട്ട് അങ്ങനെയുള്ളവരെയൊക്കെ ആ ദൃശ്യം കണ്ട് ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ട അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യാമെന്നാണ്. അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച് ഈ അപകടത്തിൻ്റെ കുറ്റക്കാരൻ യഥാർത്ഥത്തിൽ ആരാണ് തെറ്റുകാരൻ എന്ന് മനസ്സിലാക്കിയ ആളെ സസ്പെൻഡ്, അല്ലാതെ FIR ഇട്ടാൽ ഇനി സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ചുകൂടി നമ്മളെ സുതാര്യത ഉണ്ടാക്കുകയും ആളുകൾക്ക് മനുഷ്യൻ്റെ നന്മയ്ക്കാണിത് പറയുന്നത്. ഈ അവയർനെസ്സിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി വലത്തെ അറ്റത്തൂടെ പാലക്കാട് നിന്ന് ഇട്ടാൽ കഞ്ചിക്കോട് മുതൽ 4 വരി പാതയിൽ വലത്തെ അറ്റത്തൂടെ ചില ലോറിക്കാരൻ ഓടിക്കുക. നമ്മൾ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കുകയാണ്. ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇടത്തേറ്റം ചേർന്ന് പോകണം. നല്ലൊരു കളി. എല്ലാ ദിവസവും പാലക്കാട് മുതൽ തൃശ്ശൂർ വരെ പ്രത്യേക ടീമിനെ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് എത്ര വണ്ടി പിടിച്ചു, എത്ര ഫൈൻ അടിച്ചു എന്ന് എനിക്ക് വൈകിട്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ്. ലൈൻ ട്രാഫിക്കിൽ എത്ര പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയൊക്കെ സ്പോൺസർഷിപ്പ്. അപ്പോൾ ഹൈവേ അതോറിറ്റിക്കാരെന്താ പറയുന്നത്? ഞാൻ പറഞ്ഞ ഏതെങ്കിലും വ്യാപാരികളെ സമീപിച്ച് അവരുടെ ഒരു പരസ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ റോഡിൽ പരസ്യം വയ്ക്കാറില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി നിയമസഭ പെറ്റീഷൻ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മുൻപോട്ട് വെച്ച ഒരു കാര്യമാണ്. നിയമസഭ പെറ്റീഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചു, 4 വരി പാതയിൽ ലൈൻ ട്രാഫിക് പാലിക്കണം. കർശനമായ നിലപാടെടുത്തു. എറണാകുളം വരെ, ചേർത്തല വരെ പണി നടക്കുന്നുണ്ട്, അത് ഒഴിവാക്കി 4 വരെയുള്ള എല്ലാ സ്ഥലത്തും ഇത് പാലിക്കണമെന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാരും വിളിച്ചു പറഞ്ഞു. ബോർഡ് വയ്ക്കാൻ താമസം. അവസാനം നിയമസഭാ കമ്മിറ്റി ഉദ്യോഗസ്ഥന്മാരെ പേരിൽ നടപടിയെടുക്കുന്നുള്ള സ്ഥിതി വന്നപ്പോൾ ആളുകൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും നിങ്ങളുടെ ഞാൻ പറഞ്ഞ ഈ ബോധവൽക്കരണത്തിന് ആവശ്യമുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ സംഘടന തന്നെ സ്പോൺസർ ചെയ്താൽ, ഇത്തരത്തിലൊരു സംഘടന കാലിക്കട്ടിലുണ്ട് എന്ന് എല്ലാവരും ഒന്നറിയും. മാത്രമല്ല അതൊരു ഉപകാരമായിരിക്കും. അത്തരം സ്പോൺസർഷിപ്പുകൾ നിങ്ങളുടെ കമ്പനികളിലെ പരസ്യമായാലും ശരി അതിൽ കൊടുത്തുകൊണ്ട് നമ്മൾ ആളുകളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അതുപോലെ ലഹരി ഉപയോഗിച്ചുള്ള വാഹനം ഓടിക്കും.
മദ്യം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ പിടിക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് കാനഡയിൽ നിന്ന് ഒരാൾ പറഞ്ഞു. അവിടെ ലഹരി നിയമപരമാണ്, അതുകൊണ്ട് പിടിക്കും, പക്ഷേ ഡ്രൈവ് ചെയ്താൽ പിടിക്കും. അപ്പോൾ ആ സാധനത്തെക്കുറിച്ച് പഠിക്കാൻ വിട്ടിരിക്കണം. അത് മനസ്സിലാക്കിയിട്ട് അതിവിടെ കൊണ്ടുവന്ന് പിടിക്കാനുള്ളത്. കാരണം ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിച്ച് നമ്മൾ പിടിക്കില്ല, അറിയാൻ പറ്റില്ല, എങ്ങനെ കണ്ടുപിടിക്കും? പോലീസിന് പോലും പറ്റുന്നില്ല. അപ്പം മദ്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പിടിക്കാൻ കഴിയും, പക്ഷേ ലഹരി ഉപയോഗിച്ചുള്ള ഡ്രൈവിങ് വളരെ ഇതാണ്. അത് ജീവിതത്തിൽ തന്നെ ഈ ട്രാഫിക് അവയർനെസ്സിനും ലഹരിക്കുമെതിരെ ഒരു ട്രാഫിക് അവയർനെസ് നടത്തുകയും ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്തുകയും ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് റോഡിലാണ്. അസുഖം കൊണ്ട് മരിക്കുന്നതിന് അത്രയും ആളുകൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് റോഡിൽ മരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു അവയർനെസ്സിന് വേണ്ടി ശ്രമിക്കുന്ന വളരെ നല്ല കാര്യമാണ്. നിങ്ങളൊരു ബോധവൽക്കരിക്കാൻ ഇപ്പോൾ എല്ലാവരും കൂടെ നന്നാക്കാൻ പറ്റത്തില്ല. ഞാൻ 2001 മന്ത്രിയായിരിക്കുന്ന കാലത്തോട്ട് സ്കൂൾ പാഠപുസ്തകത്തിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്, മിക്കവാറും നിങ്ങൾ ഒരുപാട് കേട്ട് കാണും, എത്ര തവണ കേട്ടു എന്നൊന്ന് ആലോചിച്ചാൽ ഞെട്ടിപ്പോകും. സ്കൂൾ പാഠപുസ്തകത്തിൽ ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിക്കുന്ന ട്രാഫിക് അവയർനെസ്സിനുള്ള പാഠങ്ങൾ ഉൾപ്പെടുത്തണം എന്ന പ്രസ്താവനയും ഉടനെ ഉൾപ്പെടുത്തും എന്ന പ്രസ്താവനയും എത്ര തവണ വായിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ചുമ്മാ ഒന്നാലോചിക്കും. TV കണ്ടതും പേപ്പറിൽ വായിച്ചതും ഒക്കെ ഇട്ട് എനിക്ക് ഓർമ്മ വന്ന കാലം തൊട്ട് കേൾക്കുന്നത് സ്കൂൾ പാഠപുസ്തകത്തിൽ ട്രാഫിക് അവയർനെസ് വരും. സിനിമയിൽ വെച്ചുകൊണ്ട കാലത്തേക്ക് കേൾക്കുന്ന, പക്ഷെ ഇതുവരെ വന്നില്ല. പക്ഷെ അത് വരുമെന്ന പ്രതീക്ഷയില്ല. ഞങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കുകയാണ്. അതായത് LKG കുഞ്ഞ് മുതൽ റോഡിൽ ഇറങ്ങി നടക്കുന്നത് എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ. അത് ആദ്യം ഗ്രാഫിക്സിൽ തുടങ്ങി പിന്നെ മുന്നോട്ട് വന്ന് 18 വയസ്സാകുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് വരെ ബോധ്യപ്പെടുത്തുന്ന വീഡിയോയോട് കൂടിയ വീഡിയോകൾ ഇറക്കാൻ പോകണം. അതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വിട്ടിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നല്ലൊരു ഒരു കുട്ടിക്കാലത്ത് തന്നെ. അതുപോലെ നമ്മൾ ഈ മൊബൈൽ സംസാരിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നത്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പുതിയതായ ഒരു പ്രപ്പോസൽ പോലീസിനോട് വെച്ചിട്ടുണ്ട്. പോലീസ് നിയമത്തിലെ ഭേദഗതിയാണത്. ഒരു ശ്രദ്ധയുമില്ലാതെ മൊബൈൽ സംസാരിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുക, അവർക്ക് 1000 രൂപ ഫൈൻ കൊടുക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. ഈ കാറിൽ മൊബൈൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നവർ ഫൈൻ കൊടുക്കാം. ഈ നടന്ന് ക്രോസ് ചെയ്യുക, റെയിൽവേ ട്രാക്കിൽ കൂടെ മൊബൈൽ സംസാരിച്ചുകൊണ്ട് പോയി തട്ടി മരിക്കുക, വീടിന് വെളിയിൽ നിന്ന് മൊബൈൽ സംസാരിച്ച് അങ്ങ് താഴെ പോകും. മൊബൈൽ സംസാരിച്ച് കിണറ്റിനകത്ത് പോയവരുണ്ട്. വേറൊരു ലോകത്തേക്ക് ഇത് കൊണ്ടുവേണം നമ്മളെ. അപ്പം അതുകൊണ്ട് അത്തരം മൊബൈൽ സംസാരിച്ചുകൊണ്ടുള്ള യാത്രകളും കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കാനും, മൊബൈൽ സംസാരിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ അപകടമല്ല. നമ്മൾ അറിയുന്നില്ല, ബസ് വരുന്നോ ലോറി വരുന്നോ ഒന്നും അറിയത്തില്ല. കാരണം ഇതിവിടെ ഇരിക്കുകയില്ലേ, ഒന്നും കേൾക്കില്ല. വേറെ വീട്ടിലെ മനപ്രയാസമായിരിക്കും പറഞ്ഞു, വേറെ ബുദ്ധിമുട്ടിക്കുന്ന എന്തോ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും, ഇത് കേട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോഴും ഇടി കിടക്കും. അപ്പോൾ എല്ലാവരും ഇതിന് റോഡിൽ നടക്കുന്നവരും വണ്ടി ഓടിക്കുന്നവരും ഒരുപോലെ പങ്കാളിയാണ്. നമ്മൾ വിദേശത്ത് പോയി ലൈസൻസ് എടുക്കുമ്പോൾ എന്താണ് ആദ്യം പറയുന്നത്? ആദ്യം പഠിപ്പിക്കുന്നത് എന്താണ്? ഗൾഫിലൊക്കെ നിങ്ങൾ അല്ല കുഴപ്പക്കാരൻ, നിങ്ങളുടെ ചുറ്റുപാടും ഓടി വരുന്ന എല്ലാ വാഹനങ്ങളും കുഴപ്പം കാണിക്കുമെന്ന പ്രതീക്ഷയോടെ കരുതലോടെയും നിങ്ങൾ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആദ്യ പാഠം, നമ്മുടെ എതിരെ വരുന്നവർ പണി തരും, അല്ലെങ്കിൽ വേറെ ആളുകൾ നമ്മളടുത്ത് കുഴപ്പമുണ്ടാക്കും എന്ന ചിന്തയോടെ വേണം നമ്മൾ ഡ്രൈവിങ് മാത്രമല്ല ജീവിതത്തിലും അതൊരു നല്ല കാര്യമാണ്. ഒരു അവയർനെസ്, അക്കാര്യത്തിലൊരു അവയർനെസ് നല്ലതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു നല്ല കൂട്ടായ്മയിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞ ഷാജി കാരണമാണ്. നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവനെ സഹായിക്കാൻ മാറ്റി വയ്ക്കണമെന്നാണ് ഖുറാനിൽ നിന്നും മറ്റ് വേദപുസ്തകങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. ഖുറാനിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. പരിശുദ്ധ ഖുറാനിൽ വളരെ വ്യക്തമായി പറയുന്നു, സക്കാത്ത് കൊടുക്കണം. പെരുന്നാൾ വന്നാൽ അടുത്തുള്ളവരെല്ലാം ആഹാരം കഴിച്ചു എന്ന ശേഷം മാത്രമേ നമ്മൾ കഴിക്കാവൂ എന്നൊക്കെ പറയുന്ന ആദർശങ്ങൾ ദൈവവാക്യങ്ങളാണ്. അത് ഏറ്റവും പ്രസക്തമാണ്. ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ കഴിയാത്ത സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളുടെയൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഒരു ചെറിയ തുക മാസം 1000 രൂപയായാലും മതി, നിങ്ങളൊരു സ്ഥലത്ത് മാറ്റി വയ്ക്കണം. നിങ്ങൾക്ക് വേണ്ടിയല്ല. ഏറ്റവും മാരകമായ വിഷയം എന്ന് പറയുന്നത്, കേരളത്തിൽ ഒരു പഞ്ചായത്ത് വാർഡ് എടുത്താൽ ഒരു 12-13 പേർക്കെങ്കിലും ക്യാൻസർ രോഗം കാണും. കിഡ്നി സംബന്ധമായ രോഗം ഒരാൾക്കോ 2 പേർക്കെങ്കിലും കാണും. ശസ്ത്രക്രിയകൾ വളരെ ചിലവേറിയതായി മാറുകയാണ്. നിങ്ങളുടെ ഈ ഒരു സംഘടനയിൽ ഒരു നിധി സൂക്ഷിക്കുകയും നിങ്ങൾക്കൊരു 1000 രൂപ ഒരാഴ്ചയിലോ ഒരു മാസം എടുത്ത് മാറ്റി വയ്ക്കുക, ഒരു സ്ഥലത്തേക്ക് നിക്ഷേപം ഗൂഗിൾ പേയിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ, നമ്മൾ ഈ കേരള സംസ്ഥാനത്ത് ആശുപത്രികൾ പലതും ഓപ്പറേഷനുകളിൽ ചില ഡിസ്കൗണ്ടൊക്കെ ചെയ്യാൻ തയ്യാറുണ്ട്. അവരുമായി നിങ്ങൾ ബന്ധപ്പെട്ട്, നിങ്ങൾ പലരും ഇവിടുത്തെ പ്രമുഖ ആശുപത്രികളെല്ലാം അറിയുന്നവരാണ്. ആസ്ട്രൊക്കെ ഞാൻ പറഞ്ഞിട്ട്, ആസ്ട്ര മെഡിസിറ്റിയിലെ ആസാദ് മൂപ്പരും അവരെല്ലാം ഒരുപാട് സൗജന്യമായി ശസ്ത്രക്രിയകളും മറ്റും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു സക്കാത്തിൻ്റെ ഭാഗമായി അവർ കാണുന്നത് കൊണ്ടാണ്. കോടിക്കണക്കിന് രൂപ അവർ മാറ്റിവെച്ചിട്ടുണ്ട്. കുറച്ച് പണം മാറ്റിവെച്ചിട്ട് കേരളത്തിൽ ഇത്തരത്തിൽ അർഹതപ്പെട്ട ആളുകൾ ഒരു നിർവാഹവും നിവൃത്തിയുമില്ലാതെ അവയവം മാറ്റിവെക്കാൻ, അവയവം കൊടുക്കാൻ സഹോദരനോ സഹോദരിയോ ഭാര്യയോ തയ്യാറായിട്ടും
അത് സ്വീകരിക്കാൻ കഴിയാതെ നരകിക്കുന്ന, പണമില്ലാത്തതുകൊണ്ട് മാത്രം നരകിക്കുന്ന അനേകം പാവങ്ങളുണ്ട്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ആ ഫണ്ട് ഉപയോഗിക്കുന്ന ഒരു പരിഷ്കാരത്തെ പറ്റി ആലോചിക്കണം. വളരെ അത്യാവശ്യമായി അത് ചെയ്യണം. ഒരാൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സ്ഥലത്ത് നിങ്ങൾ തുക തീരുമാനിക്കും. ഞാൻ ചുമ്മാ 1000 രൂപയെന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊരു തുക തീരുമാനിച്ചിട്ട് ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുക. അത് മറ്റൊരു ആവശ്യത്തിനും എടുക്കില്ല. ഏറ്റവും അർഹതപ്പെട്ടവരെ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ സംസാരിച്ച് നിങ്ങൾ ടൈപ്പ് ഉണ്ടാക്കുന്ന ആശുപത്രിയിലൊരു ഓപ്പറേഷൻ, ഇപ്പം കോഴിക്കോടുള്ള ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഒരു ടൈപ്പ്, അതിൽ പറയുകയാണ് ഇത്ര ലക്ഷം രൂപയുടെ സർജറിയാണ്, നമ്മൾ ഇത്ര ലക്ഷം രൂപ കുറച്ച് അവർക്ക് ചെയ്തു കൊടുക്കാം. അപ്പം നിങ്ങൾ എടുക്കുന്ന ഈ പണവും വേസ്റ്റ് ആവില്ല. നിങ്ങളാണ് പണം കൊടുക്കുന്നത്, പക്ഷേ അവിടെ നിന്ന് ഒരു ഡിസ്കൗണ്ട് വാങ്ങിക്കുക. എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. കേരളത്തിൽ നടക്കുന്ന എല്ലാ റോഡ് ആക്സിഡൻറ്റിലും പെടുന്നവരെ, പണക്കാരനായാലും പാവപ്പെട്ടവരെ, ബെൻസ് കാറിൻ്റെ ഉടമയാണെങ്കിലും ഡ്രൈവറാണെങ്കിലും 48 മണിക്കൂറത്തെ ചികിത്സ അവർക്ക് സൗജന്യമായി കേരളത്തിലെ മുന്തിയ ആശുപത്രിയിൽ കൊടുക്കാനൊരു ഫണ്ട് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ മുമ്പ് ട്രാൻസ്പോർട്ട് മന്ത്രി അറിയുമ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഈ 48 മണിക്കൂർ മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിപ്പോഴും ധനകാര്യമന്ത്രിയോട് പറഞ്ഞു, മുഖ്യമന്ത്രി വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ധനകാര്യ പക്ഷേ ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ഉരുണ്ട് കളിക്കുകയാണ്. ഇങ്ങനെ ആ കണക്ക് ഈ കണക്കെന്ന്. അപ്പോൾ ഞാൻ വ്യക്തമായ കണക്കെടുത്ത് മുഖ്യമന്ത്രി കൊടുക്കാമെന്ന് സമയം അദ്ദേഹം വളരെ താല്പര്യത്തിൽ പറഞ്ഞ് നല്ലൊരു ആശയമാണ്, അതെടുക്കണം. കാരണം തന്നെ നമ്മൾ അപകടം സംഭവിക്കുമ്പോൾ ഡ്രൈവറെ എടുത്ത് ഒരു പ്രദേശം ഒരു ചെറിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. മുതലാളി എടുത്ത് അവിടെ കൊണ്ടുവരുമ്പോൾ എന്താ ആധാറുണ്ടോ? ഈ അടുത്ത സമയത്ത് റോഡിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ് നടക്കുന്നിടത്ത് ഞാനൊരു അമ്മയും കുഞ്ഞിനെ, അപ്പോൾ നാട്ടുകാർ ഒരു കുഞ്ഞിനെ എടുത്തിരിക്കുകയാണ്, ചോര ഒഴുകുകയാണ്. ഒരു മനുഷ്യനെ ഒരു കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വെള്ള ഉടുപ്പുകളെല്ലാം ചോര ഒഴുകുകയാണ്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ വാങ്ങിച്ചിട്ട്, അപ്പോൾ ഒരു കുഞ്ഞും അമ്മയും വണ്ടി ഇടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ വണ്ടി നിർത്തി ഞാൻ അകത്ത് അവർ പറഞ്ഞു അമ്മയെ വിളിയെന്ന് പറഞ്ഞു. ഞാൻ സീറ്റിൽ നിന്ന് മാറി കൊടുത്തിട്ട് എൻ്റെ സീറ്റിൽ അമ്മയിരുത്തി കുഞ്ഞിനെ ഞാൻ എടുത്തു. ഒരു മനുഷ്യൻ്റെ ഉടുപ്പിലെല്ലാം ചോരയാണ്, അദ്ദേഹം എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ കുഞ്ഞിനെ വാങ്ങിച്ച് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചു. ഈ കാറിൽ ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട തമാശ ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു, ഇത് തമാശകൾ പിരിമുറുക്കം മാറാൻ വേണ്ടി എന്ന് പറയുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ഒരുത്തൻ ഒരു ഫയലുമായിട്ട് ഇങ്ങനെ വന്നു. എന്താ സംഭവിച്ചേ? കൊച്ചിൻ്റെ അച്ഛൻ വരൂ. എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ ഞാനല്ല കേട്ടോ, ഞാനല്ല പറഞ്ഞു. അപ്പോൾ ഇവൻ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല, ആരാന്നും മനസ്സിലായില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ കുറേ പോലീസ് വന്നപ്പം സംഗതി മനസ്സിലായി. ഇയാൾക്ക് പിന്നെ എന്നെ പറഞ്ഞാൽ കൊച്ചിൻ്റെ നാളും പേരോ പറയാം. ഞാൻ പറഞ്ഞു പേരും അറിയത്തില്ല, നാളും അറിയത്തില്ല. കൊച്ചിൻ്റെ അമ്മയാണ് കിടക്കുന്നത്. അമ്മയ്ക്ക് ബോധം വരുമ്പോൾ നമുക്കത് ചോദിക്കാം. നാളും പേരും അറിയാൻ ഇയാൾ ജാതകം വല്ലതും എഴുതുന്നുണ്ടോ എന്ന് ചോദിക്കണ്ടേ? എൻ്റെ ഡ്രൈവർ ചോദിച്ചു ഇയാൾ ജാതകം എഴുതാനാണോ കൊച്ചിൻ്റെ നാളും? ഇതൊക്കെയാണ് ആളുകളുടെ സമീപനം. ആശുപത്രി ചെല്ലുമ്പോഴുള്ള സമീപനം ഇതാണ്. അത് നമ്മൾ മൊത്തത്തിൽ ചീത്തപ്പേരുണ്ടാക്കുകയാണ്. ഞാൻ ഇന്ന് വയനാട്ടിൽ പോയപ്പോൾ ആന ചവിട്ടി മരിച്ച ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത്, വയനാട് മെഡിക്കൽ കോളേജ് സൗകര്യമൊന്നുമില്ല, സൗകര്യമൊക്കെ ഉണ്ട്. അവർ പറയുന്നതിൽ ഒരു ശരിയുണ്ട്. കാരണം അവർ പറയുന്ന ആ സമയത്ത് നിന്ന ഡോക്ടർ ഈ രോഗിയെ വേണ്ട വിധത്തിൽ പരിചരിക്കുകയോ ചെയ്യാതെ അവഗണിച്ചു എന്നതാണ് അതിൻ്റെ ന്യായം. അല്ല സൗകര്യമില്ലാത്തതുകൊണ്ടല്ല, അവിടെ സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ എല്ലാ രോഗത്തിനും ചികിത്സിക്കുന്നുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, സർക്കാർ പരമാവധി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരാളുടെ. ആ പേഷ്യൻറ്റിനെയും കൊണ്ട് വരുമ്പോൾ ആ പേഷ്യൻറ്റിനുള്ള അപകടാവസ്ഥ മനസ്സിലാക്കുന്നില്ല. ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ പലപ്പോഴും ചെല്ലുമ്പോൾ എന്താ, ആരാ ഇവിടെ ഹിറ്റ് ആൻഡ് റണ്ണാണ്, വണ്ടി ഇടിച്ചിട്ട് പോയി, ആരാന്നങ്ങനെ അറിയുന്നത്? ഐഡൻറ്റിറ്റി കാർഡ് ആരാ? ബന്ധുവാണോ? അച്ഛൻ ഇങ്ങോട്ട് നീങ്ങിക്കട്ടെ എന്നൊക്കെ പറയാൻ പറ്റൂ? ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നി, കുഞ്ഞാരാന്ന് എനിക്കറിയത്തില്ല, കുഞ്ഞിൻ്റെ അമ്മ ആ കുട്ടിയുടെ അമ്മയുടെ മുഖത്ത് നമുക്ക് ചോരയൊക്കെ ഇങ്ങനെ ഒഴുകുകയാണ്, ഇങ്ങനെ വായിക്കൂടെയൊക്കെ. അപ്പോൾ എന്നോട് ചോദിക്കണം, ആ കുട്ടിയുടെ അച്ഛൻ വരും. ഞാൻ പറഞ്ഞ അച്ഛനല്ല എന്നിട്ട് പറഞ്ഞിട്ട് മനസ്സിലായി. അല്ലേ എന്നാൽ അച്ഛനെ വിളിക്കൂ അടുത്ത്. ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഒരു ആശുപത്രിയിൽ വരുമ്പോൾ അത് ഏറ്റവും വലിയ തമാശ, ഇതൊരു സ്വകാര്യ ആശുപത്രിയിലാണെന്ന് ആലോചിക്കണം കേട്ടോ. പക്ഷേ ആശുപത്രിയുടെ ഡയറക്ടർ ഓടി വന്നു വിവരം അറിഞ്ഞിട്ട്. പക്ഷേ ഏക്കെപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് ചെയ്യുന്ന ആളുണ്ട്. ഡോക്ടർമാർക്ക് മനസ്സിലായി. പക്ഷേ ഇതൊക്കെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. അത് ഒരിക്കലും ഒരാൾ വണ്ടി ഇടിച്ച് റോഡിൽ കിടക്കുന്ന ആളിന് പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് സോഷ്യലിസം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല. പക്ഷേ കേരളത്തിൽ അത് കൊണ്ടുവരണം എന്നുള്ളതൊരാഗ്രഹമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കും. ഞാൻ ഈ ആശയം മുഖ്യമന്ത്രി അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. വളരെ നല്ല ഐഡിയ ആണ്, കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു 48 മണിക്കൂർ ഞാൻ മുമ്പ് ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നപ്പോഴേ എൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയാണ് റോഡ് സേഫ്റ്റി സെസ് കൊണ്ടുവന്നത്. ആ സെസ് മുഴുവൻ വേറെ കാര്യങ്ങൾക്ക് പോയി എന്നാലോചിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കോട്ടയം വഴി പോയിട്ടുണ്ടോ നിങ്ങൾ? കോട്ടയം വഴി പോകുമ്പം ആ ടൗണിലൊരു കമ്പിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കും ഇതെന്തുവാ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഏതോ എറണാകുളത്ത് ഫിനാലേക്ക് വന്ന ഏതോ ആർട്ടിസ്റ്റിൻ്റെ ഭാവനയാണത്. സത്യത്തിൽ ഈ മോഡേൺ ആർട്ട് പടം കണ്ടിട്ട് നമ്മൾ ചോദിക്കും വല്ലോ മനസ്സിലായ ഷാജി പല ഇതെന്തോ ഇത് ഏതോ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫിനാലേക്ക് വന്ന ആരെയോ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്താണെന്ന് പറഞ്ഞു.
പക്ഷേ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായ മനസ്സിലായി ഇത് ആകാശപാത എന്നൊരു സാധനം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. സർക്കാരിൻ്റെ 5 കോടി രൂപ പോയിട്ടുണ്ട്, ഇനി ഒരു 10 കോടി കൂടെ ഉണ്ടെങ്കിലേ തീരുള്ളൂ എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആകാശത്ത് ആരാണ് ആകാശപാതയിൽ കയറുന്നത്? നമ്മൾ തിരുവനന്തപുരത്ത് ലുലു മാളിൻ്റെ മുമ്പിൽ ഒരു പാലം വെച്ചിരുന്നു. അക്കരയ്ക്ക് ഹൈവേ കട ഒരാളും കയറി പോകുന്നുണ്ടല്ല. എന്താ പറയുക, മുട്ടിന് മേലെയുള്ളവരാ മൊത്തം കേരളത്തിലുള്ളതിൽ ഒരു 80%. അവർ ഈ പടി മൊത്തം കയറി മേളിൽ ചെന്ന് അവിടെ കൂടെ നടന്ന് ഇപ്പുറത്തൂടെ ക്രോസ് ചെയ്യുമോ, റോഡിൻ്റെ വട്ടം ചാടുമോ. തിരുവനന്തപുരത്ത് കോട്ടൺ സ്കൂളിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. പല കോടിക്കണക്കിന് വേണ്ടി ചിലവെന്ന് പറയുന്നത്. കോട്ടൺ സ്കൂളിൻ്റെ പിള്ളേർ സ്കൂളിൽ വിട്ടാണെ പോകാൻ വേണ്ടി കുട്ടികൾ റോഡിൽ കൂടെ കിടന്ന് ഓടുന്നു വേണ്ട, അതവിടെ ഇരിപ്പുണ്ട്, പിള്ളേർ റോഡിൽ കൂടെ ഓടുന്നുണ്ട്. ഇതൊക്കെ വെറുതെ പൈസ കളയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരാശയം, ഒരു ചാരിറ്റി എന്ന നിലയിൽ വീടുകളൊക്കെ വെച്ചു നല്ല കാര്യങ്ങളാണ്. ഒരു ഫണ്ട് മാറ്റിവെക്കുകയും അത് ചില ആശുപത്രികളുമായി, കേരളത്തിലെ കൊച്ചിയിലും കോഴിക്കോടും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളുമായും ഗവൺമെൻറ് ആശുപത്രി, ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിന് അവയവ ദാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വലിയ ചിലവില്ല, ചില വരത്തുള്ളൂ. അതിന് ഗവൺമെൻറ് ആശുപത്രികളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ആവശ്യമായ പൈസ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് കൊടുക്കുന്നതിനുള്ള ഒരു ഏർപ്പാട്. ഈ ഞാൻ പറഞ്ഞു റോഡിൽ ഇടിയേറ്റ് വീഴുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്ന പ്രപ്പോസലിൽ ഞാൻ പറയുന്നത് ആശുപത്രിക്കാരോട് സംസാരിക്കുക. അപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലായിട്ട് സംസാരിക്കുക. ഉദാഹരണത്തിന് അവർ പറയുന്നു ഞങ്ങളുടെ മൊത്തം ചിലവിൽ നിന്ന് എന്താണോ ചിലവാകുന്നത് അത് ഇന്ന ഒരു ആക്സിഡൻറ്റ് പറ്റി കൊണ്ടുവന്ന എക്സ്റേ, സ്കാനിങ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം റേറ്റിൽ ഒരു 25% 30% കുറച്ച് തരാം. അതങ്ങ് ഫിക്സ് ചെയ്യാം. അവരെ മാത്രം ലിസ്റ്റ് ഈ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവരണം ട്രോമാ കെയറിന് വേണ്ടി. അല്ല വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റില്ല, ആ ലിസ്റ്റഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഈ 48 മണിക്കൂർ കടന്നാൽ ആ രോഗി എങ്ങോട്ട് വേണം മാറിക്കോട്ടെ, ബില്ല് കൊടുത്ത് അവിടെ തന്നെ കിടക്കാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറാം, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറാം. പക്ഷേ ഈ 48 മണിക്കൂറിൽ അനേകം ജീവനെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലൊരാഗ്രഹമാണ്, നടക്കുമെന്നറിയത്തില്ല. എന്തായാലും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ അതുപോലൊരു ഫണ്ട് മാറ്റി വയ്ക്കണം. ആ ഫണ്ട് ശേഖരിച്ചാൽ ഇത്തരം ആളുകളെ നിങ്ങൾ നേരിട്ട് സമീപിക്കട്ടെ. ഓഫീസിൽ സമീപിച്ച് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടത്തക്ക അതിൻ്റെ ജെനുവിനിറ്റി പരിശോധിക്കണം. കാരണം വെറുതെ വരും. ഇവിടെ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കുന്നതിന് ശ്രീനിവാസൻ വരത്തില്ലയോ മമ്മൂട്ടിയെ കാണാൻ വേണ്ടി ഒരു പടത്തിൽ? ഇവിടെ വരുന്നവർക്കെല്ലാം 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടല്ലോ എന്ന് കൊച്ചിൻ അനിയപ്പോട് ചോദിക്കത്തില്ലോ. അതുപോലെ ഇവിടെ വരുന്നവർക്കെല്ലാം ചികിത്സ ചെയ്യാൻ പൈസ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ എന്നറിഞ്ഞാൽ ആൾ വെറുതെ വന്നുകൊണ്ടിരിക്കും. അത് വേണ്ട. ഈ കടം വീട്ടിൽ കൊടുക്കാനൊക്കെ ആൾക്കാർ വരും. ഒരു ദിവസം ഒരാൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, സാറേ നമ്മുടെ നാട്ടിൽ ദൂരെ നിന്ന് വന്നേക്കോ എന്നെ കാണാൻ വേണ്ടി. നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി വീടൊക്കെ വെച്ച് കൊടുക്കും ചിലർക്കൊക്കെ. അങ്ങനെ വരുമ്പോൾ ദൈവം കൊണ്ട് കാണിച്ചു തരും, ഇത് ഇവനെ ഒന്ന് സഹായിച്ചിട്ടാ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങി തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് ഫലിക്കുന്നുള്ളൂ. നമ്മുടെ മിടുക്കൊന്നുമല്ല, നമ്മളല്ല സെലക്ഷൻ ഒന്നും നമ്മളെ അല്ല കേട്ടോ, ദൈവം കൊണ്ട് തരുന്ന. ഇവിടെ ഒന്ന് ഇത് ഇന്നതുപോലെ ചെയ്യടേ എന്ന് പറയും. രാത്രി എന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാറുണ്ട്. വേറൊന്നുമല്ല, ആരെങ്കിലെയൊക്കെ ഒന്ന് സഹായിക്കാൻ ഒരു അവസരം തരണമെന്ന് പറയാറുണ്ട്. കാരണം ഈ അവസരം വേറെ ഷാജിയെ പോലുള്ളവർ കൊടുത്താൽ നമുക്ക് പോയില്ലേ. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും അവസരം തന്നാൽ നമുക്ക് കിട്ടാനുള്ള പുണ്യം പോയി കിട്ടത്തില്ലോ എന്ന് വിചാരിച്ചാൽ പറയുന്നത്, നമുക്ക് കൊണ്ടുതരണമെന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെപ്പോലുള്ളവരൊക്കെ സഹായിക്കും. ഞാൻ ഇതിൻ്റെ പേരിൽ ആരുടെടുത്തും ഒരു പിരിവ് എടുത്തിട്ടില്ല, അതാദ്യം മനസ്സിലാക്കണം. അതങ്ങനെ ചെയ്യാൻ എനിക്കതിനൊരു കെൽപ്പില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എന്നെ പല ഹോസ്പിറ്റലുകളും എന്നെ സഹായിക്കാറുണ്ട്, വളരെ കാര്യമായിട്ട് സഹായിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ആസ്റ്റർ മെഡിസിറ്റിയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ പറഞ്ഞയക്കുന്നവർക്ക് വളരെ സൗജന്യമായ ചികിത്സയും കാര്യങ്ങളൊക്കെ നൽകി അവർക്ക് ആഹാരം പോലും കൊടുത്ത് അവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാനൊക്കത്തില്ല. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ എവിടെയും അത് പറയുന്നതിൽ എനിക്ക് അഭിപ്രായം. ഞാൻ ഈ ആസാദ് മൂപ്പനെ എൻ്റെ ജീവിതത്തിൽ ഒരു തവണയും കണ്ടിട്ടുള്ളൂ, ഒറ്റ തവണ പരിചയപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അദ്ദേഹവും നമ്മളെന്നെ ഈ കാര്യങ്ങളിൽ ഈ പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരുപാട് സക്കാത്ത് ചെയ്യുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജില്ലയിലൊക്കെ വ്യാപാരി വ്യവസായികൾ പദ്ധതി കൊണ്ടുവന്നു. ആരെങ്കിലും ഒരു വ്യാപാരി മരണം സംഭവിച്ചാൽ ഉടൻ തന്നെ ഒരു വാട്സാപ്പിൽ മെസ്സേജ് വരും, ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഗൂഗിൾ പേ വഴി ഒരു 300 രൂപ ഇട്ടു. അങ്ങനെ വരുമ്പോൾ ഒരു 10 ലക്ഷം രൂപയോളം ഒറ്റയടിക്ക് പിരിയും. ആ കുടുംബത്തിന് ഒരു ആശ്വാസമായി അവിടെ എത്തിക്കുന്ന ഒരു പദ്ധതി കൊല്ലം ജില്ലയിലെ വ്യാപാരികൾ, ഞാൻ ഈ അടുത്ത സ്ഥലങ്ങളിൽ പോവുകയും 2 കുടുംബങ്ങൾക്കുള്ള പണം അവരൊന്ന് കൈമാറുകയും ചെയ്തു. കേരള പോലീസിൻ്റെ കൊല്ലം ജില്ലയിലുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ പോലീസ് ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ മരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുപോലെ ഒരാൾക്ക് ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ കൊടുക്കും, 5-6 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അവർ ഗ്രൂപ്പിൽ 100 രൂപ വെച്ച് ഇടും പെട്ടെന്ന് തന്നെ. ഇത്തരം ഒരു ചെറിയ സഹായങ്ങൾ വലിയൊരു ആശ്വാസമായി പലർക്കും മാറും. പത്രത്തിലെ ചില പദ്ധതികൾ നിങ്ങൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ പറയും പണക്കാരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി എല്ലാവരും റിസോർട്ടിൽ ഇരിക്കുകയാണ് എന്ന് പറയും. അതിലിരുന്നോട്ടെ, നിങ്ങളിരിക്കണം, പണമുള്ളപ്പോഴും ഇരിക്കാമോ? ഇരിക്കണം. എല്ലാവരും എന്താണ് ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത്. ഷാജിയെക്കുറിച്ച് ഓർമ്മയാണ്. ഷാജി വളരെ ചെറിയ നിലയിൽ തുടങ്ങി കേരളത്തിലെ ചെറുപ്പക്കാർക്കൊരു മാതൃകയാണ്. നിങ്ങളിൽ ഷാജി മാത്രമല്ല, നിങ്ങളിൽ പലരും അച്ഛനും അപ്പൂപ്പനും നടത്തിയിരുന്ന ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നവരുണ്ട്. അതും ഒരു കഴിവ് തന്നെ, നശിപ്പിച്ചില്ലല്ലോ. അവർ അധ്വാനിച്ചുണ്ടാക്കി നമുക്ക് തീർത്തേക്കാമെന്ന് വിചാരിക്കുന്ന ദ്രോഹമല്ലേ. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നിലനിർത്തിയും
അതിനെ കൂടുതൽ പ്രൗഢിയിലേക്ക് ഉയർത്തിയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നല്ല കാര്യമാണ്. മലയാളി അടിസ്ഥാനപരമായി ഒരു ബിസിനസ് തുടങ്ങിയാൽ ആദ്യം ലക്ഷ്യം വെക്കുന്നറിയാമോ? ഒരു ലോൺ എടുക്കണം, എന്നിട്ട് ആദ്യം അതിൻ്റെ ഒരു പൈസ കുറച്ച് മാറ്റിയിട്ട് ഓടി ഒരെണ്ണം വാങ്ങിക്കണം. അല്ലെങ്കിൽ റേഞ്ച് റോവർ ആയാലും കുഴപ്പമില്ല, അത് വാങ്ങിച്ചിട്ട് ഒന്ന് ഞെളിഞ്ഞ് നടക്കണം. പക്ഷെ മറ്റത് സമ്പാദ്യപ്പെട്ടി കാലിയായിരിക്കും കേട്ടോ. ഇതെല്ലാം വാങ്ങിക്കുക എപ്പോഴാണെന്നറിയാമോ? നമുക്ക് ലാഭം കിട്ടിയതിന് ശേഷം അത് ഇൻകം ടാക്സിന് കൊടുക്കുന്നതിന് പകരം ഒരു കാറ് വാങ്ങിച്ചാൽ ഡിപ്രീസിയേഷൻ കിട്ടുമെങ്കിൽ വാങ്ങിച്ചോളൂ, അല്ലാതൊന്നും വാങ്ങിക്കരുത്. മാരുതി പോയാലും ആരും ചെയ്യില്ല. ഞാൻ മാരുതി കാറിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്കാരും ഇല്ലാത്തവനാണെന്ന് എന്നെ ആരും ഒന്നും പറയാറില്ല. അതുകൊണ്ടൊന്നും ജാടകൾ കാണിക്കാനല്ല. ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു ദിവസം 100-150 കിലോമീറ്റർ ഓട്ടമുണ്ട് എൻ്റെ മണ്ഡലത്തിൽ തന്നെ. അപ്പോൾ ഒരു ഗ്യാസ് കാർ അങ്ങ് വാങ്ങിച്ച് നോക്കിയപ്പോൾ ഗ്യാസ് കാർ ആയതുകൊണ്ട് മാരുതി ഉള്ളതെന്ന് പറഞ്ഞു. വീട്ടിൻ്റെ അടുത്തൊരു പമ്പ് തുടങ്ങി. എന്നാൽ പിന്നെ അത് മതിയെന്ന് പറഞ്ഞു. ഇറങ്ങി യാത്ര ചെയ്താൽ പോലും ഞാനൊരാളും എൻ്റെ ഡ്രൈവർ മാത്രമല്ല, വേറെ ആരുമില്ല വണ്ടിക്കകത്ത്. പിന്നെ ആരെങ്കിലും കയറുന്നെങ്കിൽ പാർട്ടിക്കാർ 3 പേർക്ക് കയറാം പുറയിൽ. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ഞാൻ കണ്ട എന്നോടൊപ്പം ഞങ്ങൾ ഇവിടെ വന്നോ പറഞ്ഞ് പഴയ കാലത്ത് എന്നെ അറിയാം. കേരളത്തിൽ ഇറങ്ങിയ സർവ്വ വണ്ടി ആദ്യം വാങ്ങിക്കുന്ന ആൾ ഞാനോ എൻ്റെ അച്ഛനോ വാങ്ങിക്കും. അച്ഛൻ വാങ്ങിക്കും അല്ലെങ്കിൽ മോൻ വാങ്ങിക്കും. രണ്ടുപേരും വാങ്ങിക്കാത്ത ഒരു മോഡലും ഇല്ല. പിന്നെ ഇനി നമ്മൾ കയ്യിരിക്കുന്ന കാശ് അത്രയും പോയി. അച്ഛന് കുഴപ്പമില്ല, നമ്മളങ്ങനെ അല്ലല്ലോ. ഈ സിനിമ അഭിനയിച്ച കിട്ടിയ കാശ് മൊത്തവും ഈ കാറ് വാങ്ങിച്ച കാശിന് മദ്രാസിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കായിരുന്നു. അന്ന് 25,000 രൂപ കാറിന് ഇഷ്ടംപോലെ പൈസ ലാക്കും. 25,000 കൊടുത്താൽ മദ്രാസിൽ 5 സെൻറ്റ് സ്ഥലം കിട്ടുമായിരുന്നു. അന്ന് 25,000 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അന്ന് അത് വാങ്ങിക്കാതെ ഇവിടെ വന്ന് കാറ് വാങ്ങിച്ച് ലോൺ എടുത്ത് ആ കാർ ഓടിച്ച് അതിൽ ഷൈൻ ചെയ്ത് പിന്നെ ചിലർ പ്രാവും ഈ കാറ് കണ്ടു കഴിയുമ്പോൾ ഇവൻ ഗുണം പിടിക്കാതെ പോട്ടെന്ന് പറയാം. ഈ അവസാനം ഈ വണ്ടിയുടെ ലോൺ അടയ്ക്കാൻ പ്രയാസമായി പോകും. അങ്ങനെ ആ കുഴപ്പത്തിലേ അവസാനം ഞാൻ മാരുതി വാങ്ങിച്ചു, അതും വിറ്റ്. വണ്ടിയില്ല, കുറച്ച് ദിവസം വീട്ടിൽ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഒരു കടയിൽ കൊണ്ടുവന്ന് ആദ്യമേ കറുത്ത ഗ്ലാസ് അങ്ങ് ഒട്ടിച്ച്, എന്നിട്ടത് ഓടിച്ചു പോകും. ഓടിച്ചു പോയിട്ട് ഏതെങ്കിലും വല്ല കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ അങ്ങ് ദൂരെ ഇട്ടിട്ട് നടന്നു വരും. അപ്പം വിചാരിക്കില്ല അവൻ ഒരു വഴിയായി ഇതോ നടന്നു വരുന്നു എന്ന് പറയും. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് എന്നെ ഉയർത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ പ്രാപിത്തൊലിച്ചാൽ. അതുകൊണ്ട് ബിസിനസ്സുകാരാണ് നിങ്ങളത് പറയുന്നത് അധികം കാണിക്കണ്ട, കാണിച്ചാൽ പ്രാകും. അതായത് തമിഴ്നാട്ടിലെ ഒരുത്തൻ ബെൻസ് കാർ വാങ്ങിച്ചു, ഇവിടെ ഒരു പാവപ്പെട്ടവൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് വന്നൊരു ബെൻസ് കാർ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നവനെ കണ്ടപ്പോൾ മലയാളി പറയുന്നത് അവൻ്റെ ബെൻസ് കാർ ഇവൻ അവിടെ മണൽ വരാൻ പോയിട്ട് അറബിയെ പറ്റിച്ച് കൊണ്ടുവന്നതല്ല. തമിഴ്നാട്ടിലാണെങ്കിൽ മറിച്ചാണ്. ബെൻസ് കാറിൽ പോകുമ്പോൾ പറയും, അയ്യാ അവർ സൈക്കിളിൽ പോയിരുന്നുണ്ടപ്പാ ബെൻസ് വാങ്ങിയിருக்கு. ചെറിയ വ്യത്യാസമുണ്ട് അവതരിപ്പിക്കുന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് വലിയ വണ്ടിയിലൊന്നും പോകണ്ട, കഴിയുന്ന ചെറിയ വണ്ടി ഞാൻ പകരം മാരുതി വല്ലതും വാങ്ങിച്ച് പോയാൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ നിൽക്കും, അടുത്ത തലമുറയ്ക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ആദ്യം കറുത്ത ഫിലിം പിടിച്ചു. അദ്ദേഹം പറഞ്ഞ കണക്ക് പല കാറുകൾ ഹോണ്ട സിറ്റിയിൽ ആദ്യം കാണുന്ന എന്നെയാന്ന് പറഞ്ഞു. അത് അവൻ്റെ 11 ഹോണ്ട സിറ്റി എല്ലാം പോയി ഇതാ വരുന്നു. സന്തോഷമായി. അങ്ങനെ അനുഗ്രഹം കൊണ്ട് ആ ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ MLA ആയി. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ല. ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കണ്ട. പിന്നെയും നമ്മൾ അടിച്ചു പിരിഞ്ഞ മുണ്ട് കൊടുത്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല. രാജാവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മുണ്ട് തേച്ചിട്ട് കൊടുക്കണ്ടേ. അതൊക്കെ വൃത്തിയായിട്ട് തന്നെ നടക്കണം, വൃത്തിയായിട്ടും വെടിപ്പായിട്ട് നടക്കണം. പിന്നെ അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇപ്പോൾ ബ്രാൻഡഡ് വസ്ത്രങ്ങളാണ് അടിക്കുന്നത്. നിങ്ങൾ കാശുള്ളവർക്കൊക്കെ ഇടാം. ഇതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റും കിട്ടും കേട്ടോ ദുബായി പോയാൽ. ഞങ്ങളുടെ നാട്ടിലൊരു ആൾ പണം വന്നപ്പം കൊച്ചിന് പാല് കൊടുക്കുന്ന ബാഗ് ലൂയി വിത്തൻ്റെ ആക്കി. ഇത് എൻ്റെ കാഴ്ചപ്പാടിലെന്നറിയാം. എങ്ങനെ എല്ലാവരും പറയാണ്, നമുക്ക് എന്നും എന്താണോ ഉള്ളത് മരണം വരെയും നമുക്ക് ദൈവത്തിനോടൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ഇപ്പോഴെന്ത് തന്നിരിക്കുന്നോ അത് മരണം വരെയും കൊണ്ടുപോകാനുള്ളൊരവസ്ഥ. ഇതിൽ കൂടുതലൊന്നും വേണ്ട. ഇപ്പം തന്നിരിക്കുന്ന മന്ത്രിസ്ഥാനമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇപ്പം ഇടുന്ന വസ്ത്രം, പേന, വാച്ച്, ഷർട്ട്, ഇതൊക്കെ ഭാര്യ എന്ന് കൂട്ടിച്ചേർത്തിട്ടോ. ഭാര്യ ബ്രാൻഡഡാന്ന് വിചാരിക്കരുത് കേട്ടോ. വളരെ വേഷമുള്ള ആൾ നാട്ടുമ്പുറ. പ്രസംഗം മനസ്സിലാകും. അപ്പോൾ പ്രസംഗം വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ചിരിക്കും എന്നാണ് ചിരിക്കുള്ള അവസരമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബ്രാൻഡഡ് നിട്ട പലർക്കും മനസ്സിലാവുന്നില്ല. ഒരാൾ എന്നെ ഇങ്ങനെ കാര് കാണിച്ചിട്ട് ചോദിച്ചു, ഗണേഷ് കുമാറേ എൻ്റെ നമ്മളെ കൊട്ടാരക്കരയുള്ള ഒരാളാണ്, ഗണേഷ് കുമാർ എൻ്റെ ഈ ചെരുപ്പിനെന്തോ വിലയുണ്ട്. ഞാൻ പറഞ്ഞ് ഒരു 2500. 32,000 രൂപയാണ് എൻ്റെ വില. ഞാൻ എനിക്കറിയാത്തതുകൊണ്ട് ശരി ഓക്കെ. മകൻ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ചു തന്നാണ് എന്ന് പറഞ്ഞു. വെരി ഗുഡ്. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ ഈ ഷൂസിന് എന്തോ വിലയുണ്ടെന്ന് ചോദിച്ചു. ഇങ്ങനെ കാര്യം നീട്ടി. ഇത് നിങ്ങളല്ലേ ഒരു 6,000-7,000 രൂപ ഇങ്ങനെ കാണുമല്ലോ. എവിടെ? ദുബായിൽ ഒരു കടയിൽ നിന്ന് 300 രൂപയ്ക്ക് വാങ്ങിച്ചാണ്. $10 $15 കണ്ടുള്ളൂ. ദറാംസ്. എൻ്റെ ഒരു ബന്ധുവിന്
വലിയൊരു ബിസിനസ് കിട്ടി. ഞാൻ ഇത് പറഞ്ഞ് നിർത്തും കേട്ടോ. ബിസിനസ് കിട്ടുന്നതിനെ പറ്റി പറയുമ്പോൾ പറയാം, ബിസിനസ്മാൻമാരായ നിങ്ങളുടെ അടുത്ത് ഞാൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ ചെറുപ്പക്കാർ പുതിയ തലമുറയിൽ ഷാജിയെ പോലെ വളർന്നു വരാത്തത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കൂടിയാണ്. എൻ്റെ ഒരു ബന്ധുവിന് ഒരു ബിസിനസ് കിട്ടി, ചെറിയൊരു ചില്ലറ ബിസിനസ്സല്ല. ശബരിമലയിൽ 10 വർഷത്തേക്ക് അപ്പവും അരവണയും ഉണ്ടാക്കി കൊടുക്കാനുള്ള എന്താണ് ആലോചിക്കണം, നിധിയാണ്. നിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് കൊടുക്കുന്ന ഉത്തരവ്. വേറെ ആരും ചോദ്യം ചെയ്യാകത്തില്ല. ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് ടിന്നിലടച്ച് ഒരു ടിന്നിൻ്റെ പുറത്ത് എത്ര രൂപ കിട്ടും? ഇവർ ഓടിപ്പോയി പെട്ടെന്ന് ഇത് നടപ്പിലാക്കണമല്ലോ, ഒരു 2-3 കോടി ഓടി അങ്ങ് എടുത്തു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അതൊക്കെ അടച്ചു തീർക്കാം പുഷ്പം പോലെ ഒരു കൊല്ലം കഴിയുമ്പോൾ. പക്ഷേ ആദ്യം അവർ ചെയ്ത് 3 സഹോദരന്മാർ 3 പേരും 3 പെട്രോൾ ബെൻസ് കാറങ്ങെടുത്ത് വലുത് നോക്കി. അപ്പം ഞാൻ ചോദിച്ചത് എന്താ പെട്രോൾ ഡീസൽ എടുത്തുകൂടായിരുന്നു? അല്ല, ഡീസലിനൊരു വൈബ്രേഷനൊക്കെ ഉണ്ടായിട്ട് ഇത് മതി എന്ന് പറഞ്ഞു. അവസാനം ഇത് പോയെന്ന് മാത്രമല്ല, ഈ ബെൻസും പോയി. ശബരിമലയ്ക്ക് അന്ന് ഇത്രയും നല്ല റോഡൊന്നുമില്ല. ഒരു അർമത വാങ്ങിച്ചാൽ മതിയായിരുന്നു, സ്കോർപ്പിയോ വാങ്ങിച്ചാൽ മതിയായിരുന്നു. കാരണം വെച്ചാൽ അവിടെ പോകാനും വരാനും നല്ല ഇട്ട് ഓടിക്കാൻ ഇഷ്ടം പോലെ ഇട്ട് ഓടിക്കാമല്ലോ. ഈ ബെൻസുമായിട്ട് പോയി, അവസാനം ബെൻസും പോയി, എല്ലാം പോയി. അവസാനം സ്വന്തം അമ്മയുടെ കുടുംബ സ്വത്തുക്കൾ ഏതാണ്ട് മൊത്തവും ബാങ്കുകാർ എത്തിയതുണ്ടെങ്കിൽ പോയി, ഒന്നുമില്ലാതായി കളഞ്ഞു. അതുകൊണ്ട് ഏതൊരു ബിസിനസ്സും എത്ര തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്താലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ഷാജി ഈ വർഷം 30 കട തുടങ്ങുന്ന പറഞ്ഞത് ഞാൻ പറഞ്ഞു, വളരെ നല്ലതാണ്. എപ്പോഴും നമ്മുടെ കണ്ണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബിസിനസ് ചെയ്യുന്നവർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളൊന്നേ അവിടെ ഇരിക്കണം, ഫുൾ നിയന്ത്രണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഇരിക്കണം. ഏത് കട ഉൾക്കാണ്ടെങ്കിൽ ഞാൻ പറയും, ആരാ ഇവിടെ ഇരിക്കുന്നത്? മാനേരാണോ? സംഗതി പോയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു കൺട്രോൾ വേണം. ഇപ്പോൾ യൂസഫ് അലിക്കൈക്ക് എല്ലായിടത്തും പോയി നോക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു സിസ്റ്റവും ഒരു കൺട്രോളും പിടിയും വേണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുൻഗാമികളായ ബിസിനസ്സുകാരെല്ലാം എന്ന് പറയുന്നത് ചേട്ടാ കറക്റ്റ് ഇല്ലയോ? അവിടെ കുത്തിയിരുന്ന് അതിൻ്റെ A to Z അറിഞ്ഞ്, പിന്നെ നിങ്ങളുടെ മക്കളെയും ഞാൻ പറയുന്നറിയാം, നിങ്ങളുടെ മക്കളെയും ഈ ബിസിനസ് തന്നെ പഠിപ്പിക്കണം. അതിന് നമ്മളൊരു അപമാനം വിചാരിക്കരുത്. മോനെ ഡോക്ടറാക്കി, അവസാനം ഇതെല്ലാം ഈ പടുത്തുയർത്തതും നിങ്ങൾ വിയർപ്പൊഴുക്കിയതും കഷ്ടപ്പെട്ടതും ചിന്തിച്ചതും ഓടി നടന്നുമെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാവും. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നിങ്ങളെ മക്കളിൽ ഒരാളെയെങ്കിലും ഈ പണി പഠിപ്പിക്കണം. പഠിപ്പിച്ച് പ്രാഥമിക ഡിഗ്രി എടുത്തതിന് ശേഷം അവരെ കൊണ്ടുവന്നിട്ട് ബിസിനസ് മാനേജ്മെൻറ്റ് എന്തെങ്കിലും പഠിപ്പിച്ചിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാനും ഇതിനേക്കാൾ നന്നായി നടക്കാനും അവരെ പ്രാപ്തരാക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ്. ഷാജിയുടെ മക്കൾ 3 പേരുണ്ട്. ആൺമക്കളെയും പെൺമക്കളെയും ഷാജി കുഞ്ഞുങ്ങളാണിപ്പം. അവരെ ആൺമക്കളെ മാത്രമല്ല പെൺമക്കളെയും ഈ ബിസിനസ് പഠിപ്പിക്കണം. പഠിപ്പിച്ച് അവർ ഷാജിയേക്കാൾ നിങ്ങൾ ഓരോരുത്തരെക്കാളും മിടുക്കരായി അവർ വരണം. എങ്കിലും ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ കണ്ടിട്ടുള്ള കോഴിക്കോട് കണ്ട വലിയ വ്യവസായങ്ങൾ പലതും ചേട്ടാ കറക്റ്റല്ലേ, പലതും ഞാൻ അന്ന് കാലത്ത് കണ്ടിരുന്ന പല വ്യവസായികളെയും വ്യവസായ സംരംഭങ്ങളെയും കാണുന്നില്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്താൻ പിൻഗാമികളില്ലാതെ പോയി. അച്ഛൻ്റെ പണത്തിൽ അടിച്ചു സൂചിച്ച് ജീവിക്കുന്നവരുടെ ഒരു രീതിയിൽ നമ്മൾ പോയാൽ പറ്റില്ല. കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഉയരാൻ പറ്റൂ. നമ്മുടെ സാന്നിധ്യം ഒരു ബിസിനസ്സിന് അത്യാവശ്യമാണ്. 2 കാര്യങ്ങൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ചിലർ ചാടി ബിസിനസ് വരും. ഞാനപ്പം കൂടുതൽ കേരളത്തിന് പുരോഗതി ഉണ്ടാകുന്ന നിലയിൽ മുന്നോട്ട് പോകണം. സർക്കാർ ഏറ്റവും വലിയ ഡിമാൻഡ്, വ്യാപാരികളുടെ ഏറ്റവും വലിയ ഡിമാൻഡായ കൊമേഴ്സ് വകുപ്പ് രൂപീകരിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കൊമേഴ്സ് വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. വ്യവസായ വകുപ്പിനോടൊപ്പം സംസ്ഥാനത്ത് കൊമേഴ്സ് വകുപ്പ് ഉണ്ടായി, ഡൽഹിയിലേ ഉണ്ടായിരുന്നുള്ളൂ, കേന്ദ്രത്തിൽ. ഇപ്പോൾ ഇവിടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. കൂടുതൽ നിക്ഷേപം നിങ്ങൾ നാട്ടിൽ തന്നെ നടത്തണം. ഇവിടെ തന്നെ നടത്താം, കുഴപ്പമില്ല. ഇത്രയും നിക്ഷേപങ്ങൾ നിങ്ങൾ ഈ നാട്ടിൽ നടത്തിയിട്ട് നിങ്ങൾ അവിടെ ജീവിച്ചു പോകുന്നില്ല. പിന്നെ ചിലർ ചെല്ലും ചെയ്യും. പഞ്ചായത്ത് സെക്രട്ടറി, പിന്നെ പഞ്ചായത്ത് എഞ്ചിനീയർ, ഇങ്ങനെയൊന്നൊരു ജീവികളുണ്ട്. അവരെ നമ്മളെ ഒന്നും തുടങ്ങാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു കെട്ടിടം പണിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ലൈസൻസ് ഇട്ട് തരുന്നില്ല. ലൈസൻസ് ഇട്ട് തരുന്നില്ല. ഞാൻ വെച്ചാൽ നമ്പർ ഇട്ട് തരുന്നില്ല. അപ്പം ഞാൻ എന്താ കാര്യം? ഓവർചിയർ 30,000 രൂപ വെച്ച് ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ AXC എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്താ കുറ്റം അറിയത്തില്ല. ഒരു വയലേഷൻ ചെയ്തിട്ടില്ല, ഒരു വയലേഷൻ. അവസാനം ഞാൻ കോർപ്പറേഷൻ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നോക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഫയൽ വരുത്തി നോക്കിയപ്പോൾ വലിയൊരു കണ്ടുകൊടുത്ത് വലിയൊരു കുഴപ്പമുണ്ട്, കക്കൂസിന് കഥ വിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേഷൻ സെക്രട്ടറി കക്കൂസ് തുടങ്ങുന്നതിന് മുമ്പേ പ്രവർത്തിപ്പിച്ചു വന്നിട്ട് കഥ വിട്ടോളും എന്ന് അതിനകത്ത് എഴുതി വെച്ചു. കോർപ്പറേഷൻ സെക്രട്ടറി നോക്കുമ്പോൾ കക്കൂസിന് കഥ വിട്ടില്ല എന്നാണ്. അതായത് 2-3 ടോയ്ലറ്റ് ചെയ്ത് വെച്ചിട്ടെല്ലാം ഫിനിഷ്, അതിനെ ഡോർ പിടിപ്പിച്ചില്ല, അതുകൊണ്ട് തരില്ല എന്നാണ്. അപ്പോൾ ഏതായാലും കക്കൂസിന് കഥവില്ലാതെ ഉപയോഗിക്കത്തില്ലല്ലോ, അത് കഥ വിട്ടോളും എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മളെ ചില ആളുകളുടെ സ്വഭാവം. ചടങ്ങിൽ ക്ഷണിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങളെ ഈ ഒരു റാലി ഒരു വിജയമായി മാറുന്നതിനുള്ള ആയതിലുള്ള എല്ലാ സന്തോഷവും അറിയിക്കുന്നു.
കൂടുതൽ ട്രാഫിക് അവയർനെസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഒരുപാട് നന്മകൾ ചെയ്യാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി.